പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പച്ചിലവള നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പച്ചിലവളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് ആയിക്കോട്ടെ കാപ്പി ആയിക്കോട്ടെ നല്ല രീതിയിൽ തഴച്ച് വളരുകയും അതുപോലെ തന്നെ നല്ല ഈൽഡ് കിട്ടുകയും ചെയ്യും. നമ്മളിത് ഫോളിയറായിട്ടും അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 17 ദിവസം കൂടുമ്പോഴാണ് ഈ ഒരു വളം ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞൊരു വളമാണിത്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു വളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്കതിന് കുറച്ച് അതായത് 1 ലിറ്ററിന് 100 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ ഇലകൾക്കും ഓരോ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഇലകൾക്കുള്ള ഓരോ ഹോർമോണും വ്യത്യാസമാണ്. നമ്മൾ കൊടുക്കുന്ന ഇലകൾ ഇത് തന്നെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പച്ചിലവളം തയ്യാറാക്കാൻ 8 കൂട്ടം ഇലകളാണ് വേണ്ടത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 50 ലിറ്റർ ബാരലിലേക്കുള്ള ഇലകളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അത് 1.25 കിലോ വീതമാണ് ഓരോ ഇലകളും. ഈ 8 കൂട്ടം ഇലകൾ എടുത്തിരിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ ചീമക്കൊന്നയാണ് എടുക്കുന്നത്. അത് ഇളം ഇല വേണം എടുക്കാൻ, മൂത്തത് പാടില്ല. അടുത്തത് കണ്ടാനക്കുത്തിയാണ്. ഇതും പൂക്കളില്ലാത്ത ഇലകൾ വേണം എടുക്കാൻ. അടുത്തത് ധൃതരാഷ്ട്ര പച്ചയാണ്. ഇത് വേലികളിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ഇലയാണ്. പിന്നെ അടുത്തത് കമ്മൽ ചെടിയാണ്. കമ്മൽ ചെടീൻ്റെ പൂവില്ലാത്ത ഇലകൾ വേണം സെലക്ട് ചെയ്യാൻ. അടുത്തത് ഉങ്ങിൻ്റെ ഇലയാണ് എടുക്കേണ്ടത്. പിന്നെ അടുത്തത് നെക്സ്റ്റ് പ്ലാവിൻ്റെ ഇലയാണ് എടുക്കേണ്ടത്. അടുത്തത് നമ്മൾ 1.25 കിലോ മുരിങ്ങയുടെ ഇലയും എടുക്കുക. പിന്നെ അടുത്തത് കാട്ടു സൂര്യകാന്തിയാണ് എടുക്കേണ്ടത്. ഈ ഇലകളെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കിലോ സ്റ്റെറാമില്ലും 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ ബെല്ലവുമാണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ 7.5 കിലോ പച്ച ചാണകവും കൂടിയാണ് നമ്മളിതിൽ കൂട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ 200 ലിറ്ററിലേക്ക് നമുക്ക് 5-5 കിലോനാണ് വേണ്ടത്. ഇവിടെ നമ്മൾ 50 ലിറ്ററിലേക്ക് കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയ എണ്ണ ഉണ്ടാകരുത്. ഇത് വെള്ളം നമ്മുടെ മുഞ്ഞല്ലേ നീലിബഗ്, ഇത് അതിൽ ചേർക്കണേ അതുണ്ടാവും. ഉങ്ങിന്റെ ഇല ഇതൊക്കെ നമ്മളെ കീടനാശിനി പകരമായിട്ട്. ഇതൊക്കെ 200 ലിറ്ററിലേക്കുള്ള ക്വാണ്ടിറ്റി ആണ്. അല്ല, ഇത് 50 ലിറ്ററിന് 200ലേക്ക്. ഇത് നമ്മൾ ഹുമിക്കില്ലേ, പേര് പടലം കൂടാതെ അതിന്. ഇത് കമ്മൽ ചെടി, ഇത് കാട്ടു സൂര്യാന്തി. അത് 200 ലിറ്ററിലേക്ക് 30 കിലോ ആണ് ചാണകം. 200 ലിറ്ററിലേക്ക് 30 കിലോ ചാണകം. കണ്ടാനക്കുത്തി, മുരിങ്ങയില, ഉങ്ങ്, ചീമക്കൊന്നയുടെ. ഇത് 50 ലിറ്റർ. ഇത് 1.25 കിലോ എല്ലാം. ഇതിലേക്ക് ചാണകം എത്ര? ഇതിലേക്ക് 7.5 കിലോ വരും. 7.5 കിലോ. ഇത് 200 ലിറ്ററിലേക്കാണെങ്കിൽ നമ്മൾ 5-5 കിലോ എല്ലാം ചപ്പുകളും 5-5 കിലോ. 30 കിലോ ചാണകം, 2 കിലോ വെല്ലം, 2 കിലോ സ്റ്റെറാമില്, 2 കിലോ വേപ്പുമണ്ണ. അത് മൂത്രം കലർന്ന ചാണകം. ഇത് ഇതേപോലെ എണ്ണ ഉണ്ടാവരുത്. എണ്ണ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഓയിലുള്ളത് പാടില്ല. അത് നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ പറ്റും കീടങ്ങളെ. ഇത് വെല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫോളിയാർ മോഡൽ കൊടുക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് വാവട്ടം തുറക്കുന്നൊരു സമയമുണ്ട്. അത് നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ തന്നെ കണ്ടെത്തുക. എങ്കിൽ നമ്മുടെ കൃഷി നിലനിൽക്കും ഞാൻ പറയുന്നു. അപ്പോൾ കുറച്ചധികം സ്ഥലമുണ്ട്. പല ഭാഗത്ത് ഇപ്പൊ നമ്മളോട് പറയുന്ന 4 ഭാഗത്ത് നിന്ന് മണ്ണ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചെടിക്കും pH വ്യത്യാസം. നമ്മൾ ഒറ്റടിക്കല്ല, ഓരോ ചെടിയും pH വ്യത്യാസം. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരു 10 ചെടിയുടെ ചെടി മഞ്ഞച്ചെടിക്കുണ്ടാവും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ pH ഒരിക്കലും ഒരു മനുഷ്യൻ എന്നെ സംബന്ധിച്ച് ലെവലാക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തിട്ട് കുമ്മാവിട്ട് കൊടുക്കുകയാണെങ്കിൽ 4 മഴ ഇതേപോലത്തെ മഴ പെയ്യുകയാണെങ്കിൽ pH ഒക്കെ പോകും. അപ്പം നമ്മൾ ഇപ്പോഴും പറയുന്നത് കരിയിലെത്തിക്കുക. എവിടുന്ന് കിട്ടുമോ കരിയില, ആ പറമ്പിൽ കയറ്റുക. ഇതിപ്പോൾ കാണുമ്പോൾ നിസ്സാരമാണ്, നിങ്ങൾക്ക് കാണിച്ചാൽ ഉണ്ടാക്കിയ ദിവസം. ഇനി ഈ 2 സാധനം നമ്മൾ മിക്സാക്കും. വേപ്പും മണ്ണാക്കും, ഈ സ്റ്റെറാമില്. എല്ലുപൊടിയല്ലേ? അല്ലല്ല, ഇങ്ങനെ മിക്സാക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, പൊട്ടാസ്യം നിങ്ങൾക്ക് ആവശ്യമാണ്. പൊട്ടാസ്യം ഇനിയിപ്പോൾ നിങ്ങൾ മറ്റുള്ള പൊട്ടാസ്യം വാങ്ങിയൊക്കെയാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ വള്ളിക്കൊക്കെ തിരി വരാനാകുമ്പോൾ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കുള്ള തിരികൾ ഇതായി കിട്ടും. അപ്പോൾ 10 കിലോ ചീനപ്പഴം, 1 കിലോ വെല്ലം, 10 ലിറ്റർ വെള്ളം, അത്
അതിൽ ഇട്ട് വെക്കുക. ചീഞ്ഞ പഴം, ഏത് പഴമായാലും കുഴപ്പമില്ല, ഇനി ആപ്പിൾ ആയാലും കുഴപ്പമില്ല, പുഴുവൊക്കെ ഉണ്ടാവും, ഒന്നും ഇതാക്കണ്ട. അവർ തേൻ്റെ വാസം ഉണ്ടാവും. അപ്പോൾ നമ്മളത് 1 ലിറ്റർ എടുക്കുക, 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് കണ്ടിഷ്ടം. അതേപോലെ തന്നെ 1 കിലോ മുരിങ്ങ നമ്മൾ മിക്സിയിലിട്ടടിക്കുക, രാത്രി അടിച്ച് വെക്കുക, 60 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കുക, നേരം വെളുക്കുമ്പോൾ അത് അരിച്ചിട്ട് സ്പ്രേ കൊടുത്താൽ പൂക്കൾ കുറവ്. പച്ചക്കറിക്കൊക്കെ സൂപ്പറാണ് മുരിങ്ങൻ്റെ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരു ലെയർ ഞണ്ട് ചാണകപ്പൊടി ഇത്ര വേണ്ട, 7.5 കിലോ മതി. ഇതിലേക്ക് 30 കിലോനാണ് പറയുന്നത്. ഈ സാധനം അളന്ന് നോക്കണേ, ഇതിന് 1 കിലോ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത്രയും വാരിയിടുക. എന്നിട്ട് പിന്നെ ഒരു കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ ഓരോ ലെയറായിട്ട് ലെയറായിട്ട്, എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഇനി ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇത്ര വെള്ളം വരുള്ളൂ. നമ്മളിപ്പോൾ 200 ലിറ്ററേക്ക് ഒഴിക്കുമ്പോൾ 200 ലിറ്റർ വെള്ളം അപ്പോൾ ആയെന്ന് വരില്ല. പിന്നീട് നമ്മൾ ആ 200 ലിറ്റർ വെള്ളം ചേർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഒഴിച്ച് വെക്കുമ്പോൾ ഇത്രേ വരുള്ളൂ, ഇത്ര നിൽക്കാൻ പാടുള്ളൂ. കുത്തി അമർത്താൻ ബുദ്ധിമുട്ടാവും. വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഇനി ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അല്ലല്ല, ഇപ്പം നമ്മൾ ഇതിൻ്റെ 50 ലിറ്റർ അല്ലേ, അപ്പം നമുക്ക് ഇത്ര ഇതിന് തേക്കണം 50 ലിറ്റർ. അപ്പം നമ്മൾ ഇത് സാധനം ഉണ്ടാക്കിയ സാധനം നോക്കി കൂടെ കാണാം. കെട്ടി വെക്കരുത്, പിന്നെ ഈ അടച്ചു വെക്കരുത്, മൂടിയോണ്ട് പൊട്ടി തരാം. ഇത് നമുക്ക് 100 ദിവസം കഴിഞ്ഞതാട്ടോ. ഇത് എന്താ പറയുക, അടച്ചു വെക്കുന്ന പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് പിന്നെ 24 മണിക്കൂർ കൊണ്ട് പൊട്ടിത്തെറിക്കും. ഇതാണ് സാധനം. ഇത് 100 ദിവസമായി കഴിഞ്ഞു. ഇത് എത്ര മണിയും വെക്കാം. ഇതിൽ നിന്ന് നമ്മൾ 1 ലിറ്റർ 100 ലിറ്റർ വെള്ളം ചേർത്ത്. പച്ചിലവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ കുരുമുളക് വേര് പിടിപ്പിക്കാൻ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന കൊക്കോപിറ്റിനെ കുറിച്ചിട്ട്. ഇത് ബയോപിറ്റ് എന്ന് പറയുന്ന ട്രീറ്റ് ചെയ്ത് കൊക്കോപിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ബയോപിറ്റ് എന്ന് പറയുമ്പോൾ കൊക്കോപിറ്റിൻ്റെ ഒരു കമ്പോസ്റ്റാണിത്. അപ്പോൾ ഇത് അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെക്കുമ്പോഴും അതുപോലെ കാപ്പിയുടെ പായൽ ഉപയോഗിച്ചിട്ടും ആണ് നമ്മളിവിടെ വേര് പിടിപ്പിക്കുക. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് വരലുണ്ട്. എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.